A warm welcome to one's KTU question paper solution program of the course Partial Differential Equations and Complex Analysis. നമ്മൾ ഇന്ന് MAT201 December 2022 Partial Differential Equations and Complex Analysis in the 5th module ആണ് solve ചെയ്യുന്നത്. നമുക്ക് 5th module part A ഉണ്ട്. 5th module in part A ലും part B ലും questions കാണും. Part A ല് 2 questions, part B ല് 2 questions with subdivisions. You have to answer one question. Module 5 in the syllabus നമുക്ക് module 5 ൽ മെയിൻ ആയിട്ട് ഒരു സീരീസ് ഉണ്ട്, ലോറന്റ് സീരീസ്. എല്ലാ യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ പേപ്പറിലും ലോറന്റ് സീരീസിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ 7 മാർക്സിന് ഉണ്ടായിരിക്കും. പിന്നെ ഇതിൽ സിംഗുലാരിറ്റീസ്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സിംഗുലാരിറ്റീസ്, പിന്നെ റെസിഡ്യൂ, നെക്സ്റ്റ് Cauchy's residue theorem യൂസ് ചെയ്തിട്ട് Cauchy's residue theorem യൂസ് ചെയ്ത് കോംപ്ലക്സ് ഇൻ്റഗ്രൽസ് ഇവാലുവേറ്റ് ചെയ്യണം. പിന്നെ നമുക്ക് 2 ഡെഫിനിറ്റ് ഇൻ്റഗ്രൽസ് Cauchy's residue theorem വഴി ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റും. ഇതാണ് മോഡ്യൂൾ 5 ടോപ്പിക്സ്. അപ്പോൾ എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും 7 മാർക്സിന് ലോറന്റ് സീരീസിൽ നിന്നും ഒരു കോംപ്ലക്സ് ഇൻ്റഗ്രേഷൻ വിത്ത് ദ ഹെൽപ്പ് ഓഫ് Cauchy's residue തിയറവും ഒരു ഡെഫിനിറ്റ് റിയൽ ഇൻ്റഗ്രലും ഇവാലുവേറ്റ് ചെയ്യാൻ ചോദിക്കും. പാർട്ട് എ ക്വസ്റ്റ്യൻസിലോട്ട് പോകാം. നമുക്ക് ഈ 2022 ഡിസംബറിൽ പാർട്ട് എയിൽ വന്ന 2 ക്വസ്റ്റ്യൻസ് ആണ്. ഫൈൻഡ് ദ ലോറന്റ് സീരീസ് ഓഫ് z² e raised to 1/z. അടുത്തത് ഫൈൻഡ് ദി സീറോസ് ഓഫ് ദി ഫംഗ്ഷൻ sin² z. ഈ 2 ക്വസ്റ്റ്യൻസ് ആണ് പാർട്ട് എയിൽ വന്നേക്കുന്നത്. നമുക്കത് ആൻസർ ചെയ്യാം. അപ്പോൾ നമ്മുടെ പാർട്ട് എയിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഫ്രം മൊഡ്യൂൾ 5 ഈസ് ഫൈൻഡ് ദ ലോറന്റ് സീരീസ് ഓഫ് z² e raised to 1/z about z equal to 0 ആൻഡ് ഡിറ്റർമിൻ ദ റീജിയൻ ഓഫ് കൺവേർജൻസ്. അത് നമുക്ക് ലോറന്റ് സീരീസ് എക്സ്പാൻഷൻ കണ്ടുപിടിക്കാം. ഇതിൻ്റെ ലോറന്റ് സീരീസ് എക്സ്പാൻഷൻ എന്ന് പറയുമ്പം നമ്മൾ ഈ ഫംഗ്ഷനെ ഇസഡിൻ്റെ പോസിറ്റീവ് നെഗറ്റീവ് പവേഴ്സിലുള്ള ഒരു ഇൻഫിനിറ്റ് സീരീസിൽ എക്സ്പ്രസ് ചെയ്യാം. ചിലപ്പം ഫോർച്ചുനേറ്റ്ലി നെഗറ്റീവ് പവേഴ്സ് ഓഫ് ഇസഡ് മേ ബി ആബ്സെൻറ്റ് ഓർ പോസിറ്റീവ് പവേഴ്സ് ഓഫ് ഇസഡ് മേ ബി ആബ്സെൻറ്റ്. സംടൈംസ് ബോത്ത് സീരീസ് വിൽ ബി പ്രസൻറ്റ്. അപ്പോൾ എന്തായാലും തന്നിരിക്കുന്ന ലോറന്റ് സീരീസ് എന്ന് പറയുമ്പം തന്നിരിക്കുന്ന ഫംഗ്ഷനെ ഇപ്പോൾ ഇവിടെ z equal to 0 ആണ്, ഇസഡിൻ്റെ പോസിറ്റീവ് പവേഴ്സിൽ എക്സ്പ്രസ് ചെയ്യാം. നമുക്കിവിടെ വന്നിരിക്കുന്ന ഫംഗ്ഷൻ z², അത് ക്ലിയർ ആയിട്ടുള്ള ഒരു ചെറിയ പോളിനോമിയലാണ്, e raised to 1/z. അപ്പോൾ e raised to 1/z നിന്നാണ് ഒരു ഇൻഫിനിറ്റ് സീരീസ് പാർട്ട് കിട്ടുന്നത്. അപ്പോൾ e raised to 1/z എക്സ്പാൻഡ് ചെയ്യാം. e raised to 1/z എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സ്റ്റാൻഡേർഡ് ആയിട്ടൊരു സീരീസ് ഉണ്ട്, e raised to z എക്സ്പാൻഷൻ. മക്ലോറൻ സീരീസ് യൂസ് ചെയ്ത് e raised to z എക്സ്പാൻഷൻ ഇങ്ങനെ കിട്ടും. അപ്പം ഇവിടെ ഇത് യൂസ് ചെയ്താൽ മതി. e raised to z എന്ന് പറയുന്നത് 1 + z/1 ഫാക്ടോറിയൽ പ്ലസ് z²/2 ഫാക്ടോറിയൽ പ്ലസ് z³ 3 പ്ലസ് എക്സെട്ര. അപ്പോൾ e raised to 1/z കിട്ടാൻ ഈ ഇസഡിന് പകരം 1/z ആക്കുക. അപ്പോൾ e raised to 1/z എന്ന് പറയുന്നത് 1 + 1/z/1 ഫാക്ടോറിയൽ പ്ലസ് 1/z²/2 ഫാക്ടോറിയൽ പ്ലസ് 1/z³ 3 ഫാക്ടോറിയൽ പ്ലസ് എക്സെട്ര. അപ്പോൾ e raised to 1/z പാർട്ടിൽ നിന്ന് നമുക്കൊരു ഇൻഫിനിറ്റ് സീരീസ് കിട്ടി. നൗ കൺസിഡർ ദ ഫംഗ്ഷൻ z² e raised to 1/z. ഇറ്റ് ഈസ് z² into 1 + 1/1 ഫാക്ടോറിയൽ z പ്ലസ് 1/2 ഫാക്ടോറിയൽ z² പ്ലസ് 1/3 ഫാക്ടോറിയൽ z³ പ്ലസ് എക്സെട്ര. ദാറ്റ് ഈസ് z ഇൻസൈഡിലോട്ട് കൊണ്ടുപോവുക, z² പ്ലസ് z/1 ഫാക്ടോറിയൽ പ്ലസ് 1/2 ഫാക്ടോറിയൽ പ്ലസ് 1/3 ഫാക്ടോറിയൽ z പ്ലസ് നെക്സ്റ്റ് ടേം 1/4 ഫാക്ടോറിയൽ z² പ്ലസ് എക്സെട്ര. See, now this is in the form of an infinite series containing positive powers and negative powers of z. So this is the required Laurent series of the given function. Next question, find the zeros and their order of the function sin² z. See, in the previous question we have to determine the region of convergence. നമുക്കിവിടെ ഈ ആൻസർ ഇസഡിൻ്റെ പവേഴ്സിലാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ റീജിയൻ ഓഫ് കൺവേർജൻസ് ഏതാന്ന് ചോദിച്ചാൽ mod z greater than 0. അതാണ് റീജിയൻ ഓഫ് കൺവേർജൻസ്. നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ sin² z സീറോസ് കണ്ടുപിടിക്കാം. ഇതിൻ്റെ സീറോസ് ആൻഡ് ഡിറ്റർമിൻ ഇറ്റ്സ് ഓർഡർ. അപ്പോൾ ഒരു ഫംഗ്ഷൻ f(z), ഇതിൻ്റെ സീറോസ് എന്ന് പറയുന്നത് zeros of f(z) are obtained by solving f(z) equal to 0. f(z) equal to 0 യുടെ സൊല്യൂഷൻസ് ആണ് അതിൻ്റെ സീറോസ്.
അപ്പോൾ നമുക്ക് let f z equal to sin square z. അപ്പോൾ zeros of f z are given by f z equal to 0, which implies sin square z equal to 0, which implies sin z equal to 0. Sin z equal to 0 means z is n pi, comma n belongs to n. n belongs to n ആകണമെങ്കിൽ z equal to plus or minus n pi. If z is n pi, n belongs to z. z equal to plus or minus n pi, n belongs to n. So its singular points are, ഇപ്പോൾ ഈ എക്സ്പ്രഷൻ യൂസ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ സിംഗുലർ പോയിന്റ്സ് പ്ലസ് ഓർ മൈനസ് n pi. സിംഗുലർ പോയിന്റ്സ് സീറോസ് ആർ പ്ലസ് ഓർ മൈനസ് n pi. നമ്മുടെ ക്വസ്റ്റ്യൻ സീറോസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. സീറോസ് എന്ന് പറയുന്നത് പ്ലസ് ഓർ മൈനസ് n pi ആൻഡ് ഇറ്റ്സ് ഓർഡർ ഈസ് 2. ഇവിടെ ഒരു സ്ക്വയർ നമ്മൾ റിമൂവ് ചെയ്തു. ഇറ്റ്സ് ഓർഡർ ഈസ് 2. സോ ആൻസർ ഓഫ് ദിസ് ക്വസ്റ്റ്യൻ ഈസ് ഇറ്റ് സീറോസ് ആർ പ്ലസ് ഓർ മൈനസ് n pi ആൻഡ് ഇറ്റ്സ് ഓർഡർ ഈസ് 2. നെക്സ്റ്റ് പാർട്ട് ബി ക്വസ്റ്റ്യൻസ് നോക്കാം. പാർട്ട് ബിയിലെ ക്വസ്റ്റ്യൻസ് ഇതൊക്കെയാണ്. അതിൽ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ലോറൻസ് സീരീസ് എക്സ്പാൻഷൻ ആണ്. എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും 7 മാർക്കിന് ലോറൻസ് സീരീസിൻ്റെ ക്വസ്റ്റ്യൻ ഉണ്ടാകും. അപ്പോൾ നമ്മുടെ ഈ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാം. നമ്മുടെ ക്വസ്റ്റ്യൻ ഇതാണ്: ഫൈൻഡ് ദ ലോറൻസ് സീരീസ് എക്സ്പാൻഷൻ ഓഫ് എഫ് ഇസഡ് ഈക്വൽ ടു 1/1 പ്ലസ് ഇസഡ് സ്ക്വയർ എബൌട്ട് ഇസഡ് ഈക്വൽ ടു 1. എന്ന് വെച്ചാൽ നമ്മൾ ഈ ഫംഗ്ഷനെ z-1ൻ്റെ പോസിറ്റീവ് നെഗറ്റീവ് പവേഴ്സിൽ എക്സ്പ്രസ് ചെയ്യാം തന്നിരിക്കുന്ന റീജിയനിൽ. അപ്പം നമുക്ക് റീജിയനിൽ എക്സ്പാൻഡ് ചെയ്യണം. ഇപ്പോൾ 2 റീജിയൻ തന്നിട്ടുണ്ട്. അപ്പം നമ്മളിതിൻ്റെ എക്സ്പാൻഷന് യൂസ് ചെയ്യുന്ന 2 ഇമ്പോർട്ടൻറ്റ് റിസൾട്ട്സ് ആണിത്. അപ്പോൾ നമ്മൾ ലോറൻസ് സീരീസ് കണ്ടുപിടിക്കുന്നതിന് മുന്നായിട്ട് തന്നെ തന്നിരിക്കുന്ന എഫ് ഇസഡിൻ്റെ പാർഷ്യൽ ഫ്രാക്ഷൻ കൊടുക്കണം. നമ്മുടെ എഫ് ഇസഡ് 1/1 മൈനസ് ഇസഡ് സ്ക്വയർ. അപ്പോൾ ഇതിൻ്റെ പാർഷ്യൽ ഫ്രാക്ഷൻ ആദ്യം കൊടുക്കണം. നമ്മുടെ പാർട്ട് എയിലെ ക്വസ്റ്റ്യനിൽ നമുക്ക് പാർഷ്യൽ ഫ്രാക്ഷൻ്റെ ആവശ്യമില്ലായിരുന്നു. കാരണം ഈ എക്സ്പൊണൻഷ്യൽ ഫംഗ്ഷനിൽ നിന്ന് തന്നെ ഒരു ഇൻഫിനിറ്റ് സീരീസ് കൊണ്ടുവരാൻ പറ്റും. അപ്പോൾ ഇവിടെ ഇൻഫിനിറ്റ് സീരീസ് കൊണ്ടുവരണമെങ്കിൽ നമ്മൾ അതിൻ്റെ പാർഷ്യൽ ഫ്രാക്ഷൻ കൊടുത്തിട്ട് ഈ സ്യൂട്ടബിൾ റിസൾട്ട്സ് അപ്ലൈ ചെയ്തെങ്കിൽ മാത്രമേ പറ്റൂ. അപ്പോൾ ഇതിൻ്റെ പാർഷ്യൽ ഫ്രാക്ഷന് മുന്നായിട്ട് തന്നെ ഡിനോമിനേറ്റർ കംപ്ലീറ്റ് ഫാക്ടറൈസ് ചെയ്യുക. ഡിനോമിനേറ്ററിൻ്റെ ഫാക്ടറൈസേഷൻ 1 മൈനസ് ഇസഡ് ഇൻറ്റു 1 പ്ലസ് ഇസഡ്. അപ്പോൾ ഇതിൻ്റെ പാർഷ്യൽ ഫ്രാക്ഷൻ എന്ന് പറയുമ്പം a divided by 1 minus z plus b by 1 plus z. a ഇപ്പോൾ a എന്ന് പറയുമ്പോൾ ഇതിൻ്റെ ന്യൂമറേറ്റർ. അപ്പോൾ ഇതിൻ്റെ ന്യൂമറേറ്റർ കിട്ടാൻ ഇതിൻ്റെ ഡിനോമിനേറ്റർ 0 ആകുന്ന z വാല്യൂ അത് z ഈക്വൽ ടു 1. അപ്പം z ഈക്വൽ ടു 1 ദണ്ട് ഇത് ഒഴിച്ച് ബാക്കിയുള്ളത് കൊടുക്കുക. ഇവിടെ z ഈക്വൽ ടു 1 കൊടുക്കുമ്പോൾ 1/1 plus 1 ദാറ്റ് ഈസ് 1/2. അപ്പോൾ a എന്ന് പറയുന്നത് 1/2 ആണ്. ഇതുപോലെ ഇതിൻ്റെ ന്യൂമറേറ്റർ കിട്ടാൻ ഡിനോമിനേറ്റർ 0 ആകുന്ന z വാല്യൂ -1. അപ്പോൾ ഈ 1 പ്ലസ് z ഒഴിച്ച് ബാക്കിയുള്ളിടത്ത് ഇസഡിന് -1 കൊടുക്കുക. അപ്പോൾ ഇസഡിന് -1 കൊടുക്കുമ്പം അതും 1/2. അപ്പം നമ്മുടെ പാർഷ്യൽ ഫ്രാക്ഷൻ 1/2 മൈനസ് ഇസഡ് പ്ലസ് 1/2 പ്ലസ് ഇസഡ്. തന്നിരിക്കുന്ന എഫ് ഇസഡിൻ്റെ പാർഷ്യൽ ഫ്രാക്ഷൻ 1/2 മൈനസ് ഇസഡ് 1/2 പ്ലസ് ഇസഡ്. ഇനി നമുക്ക് ആദ്യം തന്നിരിക്കുന്ന റീജിയൻ എന്ന് പറയുന്നത് 0 ലെസ് ദാൻ മോഡ് ഇസഡ് -1 ലെസ് ദാൻ 1/2. ഈ റീജിയനിൽ എക്സ്പാൻഡ് ചെയ്യുന്നു. ഈ റീജിയനിൽ അപ്പം നമ്മുടെ ആ റിസൾട്ട്സ് അപ്ലൈ ചെയ്യണമെങ്കിൽ സെക്കൻഡ് ടേമിൻ്റെ മോഡുലസ് ലെസ് ദാൻ 1 ആയിരിക്കണം. അപ്പോൾ ലെസ് ദാൻ 1 ആയത് ഈ റീജിയനെ ഞാൻ ഇതേ രീതിയിൽ അറേഞ്ച് ചെയ്ത് വെക്കുന്നു, ലെസ് ദാൻ 1 പോലെ. അപ്പോൾ ഈ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ തന്നിരിക്കുന്ന റീജിയൻ ഇതാണ്. പിന്നെ ഈ ഫംഗ്ഷനെ ഞാൻ റീഅറേഞ്ച് ചെയ്യുന്നു. ഫംഗ്ഷൻ നമുക്ക് z-1ൻ്റെ പവേഴ്സ് ആയിട്ടാണ് വേണ്ടുന്നത്. അപ്പോൾ z-1 ഇവിടെ ഓൾറെഡി ഒരു 1 മൈനസ് ഇസഡ് ഉണ്ട്. ഒരു മൈനസ് പുറത്തെടുത്ത് കഴിഞ്ഞാൽ അവിടെ z-1 ആയി. അപ്പോൾ അവിടെ വേറെ പ്രത്യേകിച്ച് അറേഞ്ച്മെൻറ്റ്സ് ഒന്നും വേണ്ട. ഈ ടേം ഇതുപോലെ കീപ്പ് ചെയ്യുക. പ്ലസ് ഇനി നമുക്ക് ഇവിടെയാണ് ഒരു എക്സ്പാൻഷൻ കൊണ്ടുവരേണ്ടത്. z-1 എന്ന് പറഞ്ഞ ടേം. സോ ആഡ് ആൻഡ് സബ്ട്രാക്ട് 1. അപ്പം നമുക്കൊരു z-1 കിട്ടി. അപ്പം -1/z-1 പ്ലസ് 1/2 പ്ലസ് z-1. അപ്പം ഇനി ഇവിടെ എക്സ്പാൻഷൻ കൊടുക്കുക. അപ്പം നമുക്ക് z-1/2 ലെസ് ദാൻ 1 ആണ്.
അപ്പോൾ ഇത് നമ്മുടെ ഈ റിസൾട്ട് അപ്ലൈ ചെയ്യണമെങ്കിൽ ഇതിൽ ഏതെങ്കിലും റിസൾട്ട് അപ്ലൈ ചെയ്യണമെങ്കിൽ സ്റ്റാർട്ടിംഗ് ടേം 1 ആക്കണം. അപ്പോൾ ഇതിൽ സ്റ്റാർട്ടിംഗ് ടേം ഞാൻ 2 എടുത്ത് 1 ആക്കുന്നു. അപ്പോൾ -12 z minus 1 plus 2 പുറത്തെടുക്കുന്നു. 12 into 1 plus z minus 1 by 2. അപ്പോൾ 2 പുറത്തെടുത്താൽ ഇവിടെ z minus 1 by 2 its modulus is less than 1. That's why I select 2 outside. And this is -12 z minus 1 plus 1 by 4 1 plus z minus 1 by 2 the whole raised to -1. ഇതിന് എക്സ്പാൻഷൻ കൊടുക്കുക. -12 z minus 1 plus 1 by 4 into ഇതിൻ്റെ എക്സ്പാൻഷന് നമ്മൾ ഏതാണ്ട് ഈ സെക്കൻഡ് റിസൾട്ട് അപ്ലൈ ചെയ്യാം. സെക്കൻഡ് റിസൾട്ട് എന്ന് പറയുമ്പം ഒരു ഓൾട്ടർനേറ്റിംഗ് സീരീസ് ആണ്. അവിടെ ഇത് എക്സ് ആയിട്ട് ചൂസ് ചെയ്യാം. ഇത് എക്സ് ആയിട്ട് ചൂസ് ചെയ്യുമ്പം നമ്മുടെ എക്സ്പാൻഷൻ 1 മൈനസ് z minus 1 by 2 plus z minus 1 the whole square by 2 square. നെക്സ്റ്റ് ടേമും കൂടെ എഴുതുകയാണെങ്കിൽ you can see it is z minus 1 the whole cube by 2 cube plus etc. See, now our given FZ is in the form of an infinite series containing negative and positive powers of z minus 1 only. So this is the required Laurent series expansion in the first region. ഇനി നമുക്ക് സെക്കൻഡ് റീജിയനിൽ ഇതിൻ്റെ എക്സ്പാൻഷൻ കണ്ടുപിടിക്കണം. നമ്മുടെ FZ ഇതാണ്. FZ is half by 1 minus z plus half by 1 plus z. അപ്പോൾ തന്നിരിക്കുന്ന FZൻ്റെ പാർഷ്യൽ ഫ്രാക്ഷൻ കൊടുത്ത് ഇതുപോലെയാക്കി. ഇനി നമുക്ക് എക്സ്പാൻഡ് ചെയ്യേണ്ട റീജിയൻ മോഡ് z minus 1 greater than 2. മോഡ് z minus 1 greater than 2. That is 2 less than mod z minus 1, which is 2 by mod z minus 1 is less than 1. ഇതാണ് നമ്മുടെ റീജിയൻ. അപ്പോൾ അതിന് സ്യൂട്ടബിൾ ആയിട്ട് എക്സ്പ്രസ് ചെയ്യാം. അപ്പം നമുക്ക് z minus 1ൻ്റെ പവേഴ്സ് ആയിട്ടാണ് എഴുതേണ്ടത്. ഇവിടെ നിന്നൊരു നെഗറ്റീവ് ഔട്ട്സൈഡ് എടുത്തു കഴിഞ്ഞാൽ ഫസ്റ്റ് ടേം z minus 1ൻ്റെ പവറാണ്. റിയലി ഇറ്റ്സ് എ നെഗറ്റീവ് പവർ. അപ്പം മൈനസ് ഒരു നെഗറ്റീവ് പുറത്തെടുത്തു. അപ്പോൾ z minus 1. അപ്പോൾ ഇത് z minus 1ൻ്റെ പവറാണ്. അപ്പോൾ ഇനി ആ ടേമിന് വേറെ അറേഞ്ച്മെൻ്റ് ഒന്നും വേണ്ട. ഇനി ഇവിടെ ഒരു z minus 1 കൊണ്ടുവരണം. ഇവിടെ ഒരു z minus 1 കൊണ്ടുവരാൻ ഒന്ന് ആഡ് ചെയ്യുക, സബ്ട്രാക്ട് ചെയ്യുക. ഒരു z minus 1 ആയി. അപ്പോൾ മൈനസ് ഹാഫ് ബൈ z minus 1 പ്ലസ് ഹാഫ് ബൈ 2 പ്ലസ് z minus 1. അപ്പം നമുക്കിവിടെ ഒരു എക്സ്പാൻഷൻ കൊടുക്കണമെങ്കിൽ സ്റ്റാർട്ടിംഗ് ടേം 1 ആക്കണം. സ്റ്റാർട്ടിംഗ് ടേം 1 ആക്കാൻ 2 ഔട്ട്സൈഡ് എടുത്താൽ നമ്മുടെ സെക്കൻഡ് ടേം z minus 1 by 2 ആണ്. z minus 1 by 2ൻ്റെ മോഡുലസ് ഗ്രേറ്റർ ദാൻ 1 ആണ്. നമുക്ക് അതുകൊണ്ട് ആ റിസൾട്ട് അപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് അപ്പോൾ നമ്മൾ ഇവിടെ 2 ഔട്ട്സൈഡ് എടുത്താൽ സെക്കൻഡ് ടേം z minus 1 by 2 its modulus is greater than 1, so we cannot apply the basic results. See, the basic results we can apply only if the modulus of the second term is less than 1. Second term ന്റെ modulus less than 1 ആക്കാൻ വേണ്ടി നിങ്ങൾ z minus 1 പുറത്തെടുക്കാം. മൈനസ് ഹാഫ് ബൈ z minus 1 പ്ലസ് ഹാഫ് ബൈ z minus 1 പുറത്തെടുക്കുന്നു. അപ്പോൾ ഈ ടേം 1 പ്ലസ് 2 ബൈ z minus 1. അപ്പോൾ 2 ബൈ മോഡ് z minus 1 ലെസ് ദാൻ 1 ആണ്. അപ്പം നമുക്ക് എക്സ്പാൻഷൻ കൊടുക്കാൻ സ്യൂട്ടബിൾ ആയി. That is minus half by z minus 1 plus 1 by 2 into z minus 1. ഇതെന്ന് പറയുന്ന 1 plus 2 by z minus 1 the whole raised to -1 ആയി. ഇനി ഇതിന് എക്സ്പാൻഷൻ കൊടുക്കുക. ഇതൊരു എക്സ് ആയിട്ട് അസ്യൂം ചെയ്ത് നമ്മുടെ സെക്കൻഡ് റിസൾട്ട് അപ്ലൈ ചെയ്യാം. നമ്മുടെ റിസൾട്ടിൽ ഞാൻ z ആണ് മെൻഷൻ ചെയ്തേക്കുന്നത്. അപ്പോൾ അത് z ആക്കി അസ്യൂം ചെയ്ത് നിങ്ങളിതിൻ്റെ എക്സ്പാൻഷൻ കൊടുക്കുക. സെക്കൻഡ് റിസൾട്ടാണ് അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ആൻസർ മൈനസ് ഹാഫ് ബൈ z minus 1 പ്ലസ് 1 by 2 into z minus 1 1 minus 2 by z minus 1 plus 2 square by z minus 1 the whole square minus 2 cube by z minus 1 the whole cube plus etc. വേണമെങ്കിൽ നിങ്ങൾക്ക് ഇത് ഇൻസൈഡിലോട്ട് കൊണ്ടുപോകാം. അപ്പോൾ മൈനസ് ഹാഫ് ബൈ z minus 1 കൊണ്ടുപോയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. 1 by 2 into 1 by z minus 1 plus 2 by this is minus 2 by z minus 1 the whole square plus 2 square by z minus 1 the whole cube minus etc. See, this is the
Now this series is in the form of an infinite series containing, here all the terms are negative powers of z minus 1. It's okay. See, this is the Laurent series expansion of the given function in the second region. ഇനി അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ ഒരു ഡെഫിനിറ്റ് ഇൻ്റഗ്രൽ, ഒരു റിയൽ ഡെഫിനിറ്റ് ഇൻ്റഗ്രൽ കോംപ്ലക്സ് ഇൻ്റഗ്രേഷൻ വഴി ആൻസർ ചെയ്യാണ്. നമുക്കിതാണ് ഫോമാറ്റ്. അപ്പം ഇങ്ങനെ ഈ ഫോമാറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് രണ്ട് ഡെഫിനിറ്റ് ഇൻ്റഗ്രലാണ് പഠിക്കാനുള്ളത്. ഇൻ്റഗ്രൽ 0 to 2π f ഓഫ് സൈൻ തീറ്റ കോസ് തീറ്റ ഡി തീറ്റ. അപ്പം ഇത് ഇവിടെ സൈൻ തീറ്റ ആബ്സെൻ്റ് ആണ്. നമുക്ക് ഇതാണ് ഇവാലുവേറ്റ് ചെയ്യാനുള്ളത്. അപ്പോൾ ഈ സെക്ഷനിലുള്ള എല്ലാ ഇൻ്റഗ്രലിനും നമുക്കൊരു സബ്സ്റ്റിറ്റ്യൂഷൻ ഉണ്ട്. നമ്മുടെ സബ്സ്റ്റിറ്റ്യൂഷൻ z ഈക്വൽ ടു e റേസ് ടു i തീറ്റയാണ്. എന്നിട്ട് തീറ്റ 0 to 2π വേരി ചെയ്യുക. അപ്പം നമുക്കൊരു ക്ലോസ്ഡ് കർവ് കിട്ടും. എന്നിട്ടത് ഇവാലുവേഷൻ നടത്തുക ബേസ്ഡ് ഓൺ റെസിഡ്യൂ ഇൻ്റഗ്രേഷൻ. അപ്പോൾ എന്തായാലും ഈ പറഞ്ഞ ഐഡിയ നമുക്ക് ഇതിൽ ചെയ്യാം. ഈ പ്രോബ്ലം വർക്കൗട്ട് ചെയ്യാം. അപ്പോൾ ക്ലിയർ ആകും. അപ്പോൾ ഈ സെക്ഷനിലുള്ള എല്ലാ ക്വസ്റ്റ്യൻസിലും ഇപ്പം നമുക്ക് ഈ ക്വസ്റ്റ്യനെ നമുക്കൊരു കോണ്ടൂർ ഇൻ്റഗ്രലിലോട്ട് കൺവേർട്ട് ചെയ്യുക. അതായത് ഇതിനെ ഇൻ്റഗ്രൽ ഓവർ സി എഫ് ഇസഡ് ഡി ഇസഡിലോട്ട് കൺവേർട്ട് ചെയ്യണം. ഇത് കൺവേർട്ട് ചെയ്തിട്ട് റെസിഡ്യൂ തിയറം അപ്ലൈ ചെയ്ത് ഇവാലുവേറ്റ് ചെയ്യുക. അപ്പോൾ ഇതിലോട്ട് കൺവേർട്ട് ചെയ്യാൻ ഉള്ള സബ്സ്റ്റിറ്റ്യൂഷൻ പുട്ട് z ഈക്വൽ ടു e റേസ് ടു i തീറ്റ. z ഈക്വൽ ടു e റേസ് ടു i തീറ്റ. സോ വാട്ട് ഈസ് dz? dz ഈസ് i e റേസ് ടു i തീറ്റ d തീറ്റ. അപ്പം നമുക്കിവിടെ ഡി തീറ്റ കൺവേർട്ട് ചെയ്യണം. ഇതിനെ കംപ്ലീറ്റ് നമ്മൾ ഇസഡിലോട്ടാണ് കൺവേർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഡി തീറ്റ ഈസ് dz ബൈ i e റേസ് ടു i തീറ്റ. ദാറ്റ് ഈസ് dz ബൈ i e റേസ് ടു i തീറ്റ ഈസ് z. അപ്പോൾ ഇനി ഇൻ്റഗ്രൽ എടുക്കുക. ഇൻ്റഗ്രൽ 0 to 2π 1/2 പ്ലസ് കോസ് തീറ്റ ഡി തീറ്റ ഈസ് ഇൻ്റഗ്രൽ. അപ്പോൾ ഇവിടെ ഒരു കോസ് തീറ്റ ഉണ്ട്. z e റേസ് ടു i തീറ്റ. We know cos theta is e raised to I theta plus e raised to minus I theta by 2. So cos theta is e raised to I theta, it is z plus 1 by z by 2. See, this is our cos theta. See, the basic idea is you convert this integral is in this form. അപ്പോൾ എല്ലാം z-ലോട്ട് മാറ്റുക. അപ്പോൾ 1/2 പ്ലസ് കോസ് തീറ്റ എന്ന് പറയുന്നത് z പ്ലസ് 1 by z by 2. d theta is dz by iz. dz by iz. Here theta varies from 0 to 2π. അപ്പം theta 0 to 2π. See, in this substitution you consider theta varies from 0 to 2π. അപ്പം see this, now consider this one. See, this is the unit circle. Mod z equal to 1. And suppose this unit circle is C. ഇപ്പോൾ C is mod z equal to 1. അപ്പോൾ നമ്മുടെ 0 to 2π എന്ന് പറയുന്ന ഒരു ക്ലോസ്ഡ് കർവാണ്. ക്ലോസ്ഡ് കർവ് C എന്ന് പറയുന്ന യൂണിറ്റ് സർക്കിളായി. അപ്പോൾ നോക്കിയേ, ഈ ഇൻ്റഗ്രൽ ഇപ്പോൾ ഇൻ്റഗ്രൽ ഓവർ സി എഫ് ഇസഡ് ഡി ഇസഡ് ഫോമാറ്റായി. ഇനി ഇത് സിംപ്ലിഫൈ ചെയ്ത് ഒരു നല്ല രീതിയിൽ അറേഞ്ച് ചെയ്യണം. അപ്പോൾ അതിൻ്റെ സിംപ്ലിഫിക്കേഷൻസ് ആണ് ഇൻ്റഗ്രൽ ഓവർ സി ഡി ഇസഡ് ബൈ ഐ ഇസഡ്. ഞാനിവിടെ ഡിനോമിനേറ്ററിൽ ഇവിടെ 2 LCM എടുക്കുന്നു. 2 LCM എടുക്കുമ്പം 4 പ്ലസ് z പ്ലസ് 1 ബൈ z 2 ന്യൂമറേറ്ററിലോട്ട് പോകും. ഇനി ഇവിടെ ഞാൻ z LCM എടുക്കുന്നു. z LCM എടുക്കുമ്പം ഇവിടെ z LCM എടുക്കുമ്പോൾ ഈ z അങ്ങ് മോളിൽ പോകും. അപ്പോൾ 2z dz ബൈ iz ഡിവൈഡഡ് ബൈ ഇവിടെ z LCM എടുക്കുമ്പം 4z പ്ലസ് z സ്ക്വയർ പ്ലസ് 1. ഈ z കൂടി കട്ട് ചെയ്യും. അപ്പം നമുക്ക് ഇൻ്റഗ്രൽ ഓവർ സി 2 by I dz divided by z square plus 4z plus 1 എന്ന് കിട്ടും. ഈ 2 by I ഇൻ്റഗ്രേഷൻ്റെ പുറത്ത് സി ദിസ് ഇസ് എ കോൺസ്റ്റന്റ്, യു ടേക്ക് ഇറ്റ് ഔട്ട് സൈഡ്. അപ്പോൾ നമുക്ക് നമ്മുടെ തന്നിരിക്കുന്ന ഇൻ്റഗ്രൽ 0 to 2π 1/2 പ്ലസ് കോസ് തീറ്റ ഡി തീറ്റ ഈക്വൽ ടു, ഇപ്പോൾ കിട്ടിയത് 2 by I it is 2 by I integral over c 1/z square plus 4z plus 1 dz.
നമുക്ക് ഇങ്ങനെയാണ് കിട്ടിയേക്കുന്നത് 2/i z² plus 4z plus 1. See, now this integral is in the form integral over c fz dz. Where fz is, നമ്മുടെ ഇവിടുത്തെ fz, നമ്മൾ ഇതിനാണ് fz എന്ന് കൊടുത്തത്. ഇപ്പോൾ fz 1/z² plus 4z plus 1. ഇനി നമ്മൾ ഇത് ഇവാലുവേറ്റ് ചെയ്യണം. കോംപ്ലക്സ് ഇൻ്റഗ്രൽ ഇത് കോഷീസ് റെസിഡ്യൂ തിയറം വെച്ച് നമുക്കിത് ഇവാലുവേറ്റ് ചെയ്യാം. കോഷീസ് റെസിഡ്യൂ തിയറം വഴി ഇൻ്റഗ്രൽ ഓവർ സി എഫ് ഇസഡ് ഡി ഇസഡ് എന്ന് പറയുന്നത് ഇൻ്റഗ്രൽ ഓവർ സി എഫ് ഇസഡ് ഡി ഇസഡ് എന്ന് പറയുന്നത് 2πi ഇൻറ്റു R1 പ്ലസ് R2 പ്ലസ് എക്സെട്ര. അപ്പം സിയുടെ ഇൻസൈഡിൽ എത്ര സിംഗുലാരിറ്റീസ് ഉണ്ടെന്ന് നോക്കുക, അതിന് കറസ്പോണ്ടിങ് റെസിഡ്യൂസ് കൊടുക്കുക. അപ്പം നമ്മളുടെ എഫ് ഇസഡ് ഇതാണ്. അപ്പോൾ ഇതിൻ്റെ സിംഗുലാരിറ്റീസ് നോക്കുക. ഇതിൻ്റെ സിംഗുലാരിറ്റീസ് ഡിനോമിനേറ്റർ സോൾവ് ചെയ്ത് നമുക്ക് കണ്ടുപിടിക്കാം. അപ്പോൾ ഡിനോമിനേറ്റർ 4z + 1 = 0. അപ്പോൾ z = -b ± √b² - 4ac/2a. ദാറ്റ് ഈസ് -4 ± 3√2 എന്ന് കിട്ടും. 12 ആണ്. സി ദിസ് ഈസ് √12. -4 ± √12/2. that is -4 ± 2√3/2. ഒരു 2 ക്യാൻസൽ ചെയ്യുക, -2 ± √3. അപ്പോൾ നമ്മുടെ സൊല്യൂഷൻസ് -2 + √3 -2 -√3. അപ്പോൾ idaanu nammade FZ-inde singularities. അപ്പോൾ കൺവീനിയൻസിന് വേണ്ടി ഞാൻ ഈ -2 plus -2 plus √3 ആൽഫ എന്നും -2 -√3 ബീറ്റ എന്ന് റെപ്രസെന്റ് ചെയ്യുന്നു. അപ്പോൾ നമ്മുടെ FZ-ന്റെ രണ്ട് സിംഗുലർ പോയിന്റ്സ് ഉണ്ട്, ആൽഫ ബീറ്റ. ഇതിൽ ആൽഫ നമ്മുടെ സി എന്ന് പറയുന്നത് സി ഈസ് ദ യൂണിറ്റ് സർക്കിൾ മോഡ് Z = 1. ഈ ആൽഫ -2 + √3 എന്ന് പറയുന്നത് 1നേക്കാൾ ലെസ് ആണ്. സോ ആൽഫ ഈസ് വിത്തിൻ സി. ആൻഡ് ബീറ്റ -2 -√3 അത് -1നേക്കാൾ പുറത്തു പോകും. സോ ദിസ് ഈസ് നോട്ട് ബിലോങ്സ് ടു സി. അപ്പം ദ ഓൺലി സിംഗുലാരിറ്റി ഓഫ് FZ വിച്ച് ഈസ് ആൽഫ വിച്ച് ലൈസ് വിത്തിൻ സി. അപ്പോൾ ഒരു സിംഗുലർ പോയിന്റേ നമുക്ക് സിയുടെ ഉള്ളിലുള്ളൂ. സോ ബൈ റെസിഡ്യൂ തിയറം ഇന്റഗ്രൽ ഓവർ സി FZ dz എന്ന് പറയുന്നത് ഒരെണ്ണേ ഇൻസൈഡ് ഉള്ളൂ, 2πi R1. So this is 2/i by residue theorem. Its answer is 2πi into R1. R1 എന്ന് പറയുന്നത് residue of f at the inside singularity. Inside singularity is alpha. This is a simple pole, so its residue is limit z tends to alpha, z minus alpha into fz. That is limit z tends to alpha, z minus alpha into fz. fzന് ആൽഫ ബീറ്റ വെച്ചിട്ട് ഫാക്ടറൈസേഷൻ കൊടുക്കുക. ദാറ്റ് ഈസ് 1/z minus alpha into z minus beta. അല്ല z minus alpha കട്ട് ചെയ്ത് പോകും. ഇസഡിന് ആൽഫ കൊടുക്കുമ്പോൾ ഇത് 1/z minus ബീറ്റ ആണ്. ഇസഡിന് ആൽഫ കൊടുക്കുമ്പോൾ ഇറ്റ് ഈസ് 1/α minus beta. ഇനി ആൽഫ മൈനസ് ബീറ്റ എന്ന് പറയുന്നത് സി നമ്മുടെ ആൽഫ ഇതാണ്, ആൽഫ മൈനസ് ബീറ്റ. അപ്പോൾ ഇത് രണ്ടും കൂടെ ക്യാൻസൽ ചെയ്ത് 2√3 എന്ന് വരും. 1/2√3. ഇതാണ് നമ്മുടെ റെസിഡ്യൂ. യു പുട്ട് ഇൻ ഇക്വേഷൻ നമ്പർ 1 ദാറ്റ് ഈസ് 2/i നമ്മുടെ റെസിഡ്യൂ 1/2√3. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ്റെ ആൻസർ. ദാറ്റ് ഈസ് ഐ ക്യാൻസൽ ചെയ്യും, ഒരു 2 ക്യാൻസൽ ചെയ്യും. സോ ആൻസർ ഈസ് 2 ഒരു പൈ ഉണ്ട്, 2π/√3. This is the answer. The next question. Using Cauchy's residue theorem evaluate. അപ്പോൾ നമുക്ക് ഇവിടെ വീണ്ടും ഒരു കോണ്ടൂർ ഇൻ്റഗ്രൽ ആണ്. ഈ കോണ്ടൂർ ഇൻ്റഗ്രൽ ഇവാലുവേറ്റ് ചെയ്യാൻ നിങ്ങൾ റെസിഡ്യൂ തിയറം അപ്ലൈ ചെയ്യുക. സി എന്ന് പറയുന്നത് യൂണിറ്റ് സർക്കിൾ ഇൻ കൗണ്ടർ ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. കൗണ്ടർ ക്ലോക്ക് വൈസ് ഡയറക്ഷൻ മീൻസ് ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. സി ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ഈസ് ടേക്കൺ ആസ് പോസിറ്റീവ് ഡയറക്ഷൻ ഇൻ കോംപ്ലക്സ് ഇന്റഗ്രേഷൻ. അത് മെൻഷൻ ചെയ്താലും മെൻഷൻ ചെയ്തില്ലെങ്കിലും നമ്മൾ എപ്പോഴും പോസിറ്റീവ് ഡയറക്ഷൻ തന്നെയാണ് കൺസിഡർ ചെയ്യുന്നത്. അപ്പം നമുക്ക് ഇത് ഇവാലുവേറ്റ് ചെയ്യണം. ഏതാണ് റെസിഡ്യൂ തിയറം അപ്ലൈ ചെയ്ത്. എന്താണ് റെസിഡ്യൂ തിയറം? സി റെസിഡ്യൂ തിയറം ഇതാണ്.
ഇന്റഗ്രൽ ഓവർ എഫ് ഇസഡ് ഡി ഇസഡ് എന്ന് പറയുന്നത് 2πi ഇൻറ്റു സം ഓഫ് റെസിഡ്യൂസ് ഓഫ് എഫ് ഇസഡ് വിത്തിൻ സി. അപ്പം ഈ പാർട്ട് എഴുതാൻ വേണ്ടി നിങ്ങൾ എഫ് ഇസഡ് കൺസിഡർ ചെയ്യുക, എഫ് ഇസഡിന്റെ സിംഗുലാരിറ്റീസ് ഐഡന്റിഫൈ ചെയ്യുക, അതിൽ ഇൻസൈഡ് സിംഗുലാരിറ്റീസിനെ നോട്ട് ചെയ്യുക. ആ ഇൻസൈഡ് സിംഗുലാരിറ്റീസിന്റെ റെസിഡ്യൂസിന്റെ സമ്മാണ് ഇവിടെ എഴുതേണ്ടത്. അപ്പം നമുക്കിത് ആൻസർ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യാം. അപ്പം നമ്മൾ എഫ് ഇസഡ് എന്ന് പറയുന്നത് ഈ ഫംഗ്ഷൻ ആയിട്ട് എടുക്കുക. 30z² മൈനസ് 23z പ്ലസ് 5 ഡിവൈഡഡ് ബൈ 2z മൈനസ് 1 ദ ഹോൾ സ്ക്വയർ ഇൻറ്റു 3z മൈനസ് 1. ഇതാണ് നമ്മുടെ എഫ് ഇസഡ്. ക്ലിയർലി ഇറ്റ് സിംഗുലാരിറ്റീസ് z ഈക്വൽ ടു ഹാഫ്. ഇത് പോൾ ഓഫ് ഓർഡർ 2 ആണ്, പോൾ ഓഫ് ഓർഡർ 2 ആണ്. ഒരു സിംഗുലാരിറ്റിയും കൂടി ഉണ്ട്, z ഈക്വൽ ടു 1/3. ഇറ്റ് ഈസ് എ സിമ്പിൾ പൂൾ. അപ്പം നമ്മുടെ എഫ് ഇസഡിന് 2 സിംഗുലാരിറ്റീസ് ഉണ്ട്, ഹാഫും 1/3. സി ഹാഫ് ഇസ് പോൾ ഓഫ് ഓർഡർ 2, 1/3 ഈസ് സിമ്പിൾ പൂൾ. ഓർഡറിനനുസരിച്ച് റെസിഡ്യൂ കണ്ടുപിടിക്കുന്ന ഇക്വേഷൻസിൽ മാറ്റം ഉണ്ടാകും. അപ്പം ഇതിൽ ഏതൊക്കെ ഇൻസൈഡ്? സി നമ്മുടെ സർക്കിൾ മോഡ് z ഈക്വൽ ടു 1, യൂണിറ്റ് സർക്കിളാണ്, റേഡിയസ് 1 ഉണ്ട്. സി 1/2 ഇൻസൈഡ്, 1/2 ഇവിടെ വരും, 1/3 ബോത്ത് ആർ ഇൻസൈഡ്. ഇപ്പം 2 സിംഗുലർ പോയിന്റും ഇൻസൈഡ് ആണ്. സോ ബൈ റെസിഡ്യൂ തിയറം integral over c f z d z d, see this is our residue theorem, it is 2πi into 2 singular points inside ഉണ്ട്. അപ്പോൾ ഓരോന്നിനും റെസിഡ്യൂസ് ഉണ്ട്, r1 പ്ലസ് r2. അപ്പോൾ ഇതാണ് നമ്മുടെ ആൻസർ. അപ്പം ഇതിൽ നിങ്ങൾ r1 ഉം r2 കണ്ടുപിടിച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, ദെൻ വി വിൽ ഗെറ്റ് ഇന്റഗ്രൽ ഓവർ c f z d z. നമ്മുടെ എഫ് ഇസഡ് ഇതായിട്ട് ചൂസ് ചെയ്ത് അപ്പോൾ നമുക്ക് ചോദിച്ച ക്വസ്റ്റ്യൻ്റെ ആൻസർ ആകും. അപ്പോൾ ഇനി r1 r2 കണ്ടുപിടിക്കണം. r1, സപ്പോസ് r1 ഈസ് റെസിഡ്യൂ ഓഫ് f at 1/3. ഇത് 1/3യുടെ റെസിഡ്യൂം ഇത് ഹാഫിൻ്റെ റെസിഡ്യൂ ആണെന്ന് വെക്കാം. അപ്പം നെക്സ്റ്റ് ഇവാലുവേഷൻ ഓഫ് റെസിഡ്യൂ ഓഫ് f at 1/3. സി 1/3 ഈസ് എ സിമ്പിൾ പൂൾ, സോ ഇറ്റ്സ് റെസിഡ്യൂ ഈസ് ലിമിറ്റ് z ടെൻസ് ടു 1/3 z മൈനസ് 1/3 ഇൻറ്റു എഫ് ഇസഡ്. ദാറ്റ് ഈസ് ലിമിറ്റ് ഇവാലുവേറ്റ് ചെയ്യുന്നതിന് മുന്നായിട്ട് എഫ് ഇസഡിൻ്റെ ഫാക്ടറൈസേഷൻ കൊടുക്കുക. അപ്പോൾ ലിമിറ്റ് കാൽക്കുലേഷൻ എളുപ്പമാകും. എഫ് ഇസഡിൻ്റെ ഫാക്ടറൈസേഷൻ ഇവിടെ നിന്നാണ് ഒരു 1/3 കിട്ടി. അപ്പോൾ ഇതിൻ്റെ ഫാക്ടറൈസേഷൻ എന്ന് പറഞ്ഞാൽ 3 ഇൻറ്റു z മൈനസ് 1/3. അപ്പം 30z² മൈനസ് 23z പ്ലസ് 5 ഡിവൈഡഡ് ബൈ 2z മൈനസ് 1 ദ ഹോൾ സ്ക്വയർ ഇൻറ്റു 3 ഇൻറ്റു z മൈനസ് 3 1/3. ഈ z മൈനസ് 1/3 ക്യാൻസൽ ചെയ്യും. ഇനിയും wherever you see z you replace z by 1/3. അപ്പോൾ ഇസഡിന് 1/3 കൊടുക്കുക. അപ്പോൾ 30 ഇൻറ്റു 1/3² മൈനസ് 23/3 പ്ലസ് 5 ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു 1/3 മൈനസ് 1 ദ ഹോൾ സ്ക്വയർ ഇൻറ്റു 3. ഇത് സിംപ്ലിഫൈ ചെയ്യുക. ഇത് സിംപ്ലിഫൈ ചെയ്യുമ്പം നമുക്ക് 2 ആൻസർ കിട്ടും. 2. Therefore r1 is 2. അപ്പോൾ r1 2 ആണ്. Similarly find r2. അപ്പോൾ r2 എന്ന് പറയുന്നത് റെസിഡ്യൂ ഓഫ് f at 1/2. റെസിഡ്യൂ ഓഫ് f at 1/2. See 1/2 is a pole of order 2. അപ്പോൾ അതിൻ്റെ റെസിഡ്യൂവിൻ്റെ ഇക്വേഷൻ ലിമിറ്റ് z ടെൻസ് ടു ഹാഫ് ഫസ്റ്റ് ഡെറിവേറ്റീവ് ഓഫ് z minus half the whole square into f z. That is limit z tends to half first derivative of z minus half the whole square f z in the factorization കൊടുക്കുക. See our f z is 30z² minus 23z plus 5 divided by 2z minus 1 the whole square into 3z minus 1. ഇതാണ് എഫ് ഇസഡ്. സോ 30z² മൈനസ് 23z പ്ലസ് 5 ഡിവൈഡഡ് ബൈ ഇവിടുന്ന് നമുക്ക് കിട്ടിയ സിംഗുലർ പോയിന്റ് ആണ് ഹാഫ്. അപ്പോൾ ഇതിൻ്റെ ഫാക്ടറൈസേഷൻ എന്ന് പറയുന്നത് 2² ഇൻറ്റു z മൈനസ് ഹാഫ് ദ ഹോൾ സ്ക്വയർ ആണ്.
അപ്പോൾ 4z മൈനസ് ഹാഫ് ദ ഹോൾ സ്ക്വയർ ഇൻറ്റു 3z മൈനസ് 1. രണ്ട് സ്ക്വയർ ടേം ക്യാൻസൽ ആകും. ഈ 1/4 ഇറ്റ്സ് എ കോൺസ്റ്റന്റ്, യു ടേക്ക് ഇറ്റ് ഔട്ട് സൈഡ്. 1/4 ലിമിറ്റ് z ടെൻസ് ടു ഹാഫ്. ഫസ്റ്റ് ഡെറിവേറ്റീവ് ഓഫ് 30z square minus 23z plus 5 divided by 3z minus 1. ഇതൊരു കോഷ്യൻ്റ് ആണ്. കോഷ്യൻ്റ് റൂൾ അപ്ലൈ ചെയ്ത് ഡെറിവേറ്റീവ് എടുക്കുക. 1/4 ലിമിറ്റ് z ടെൻസ് ടു ഹാഫ്. അപ്പം കോഷ്യൻ്റ് റൂളിൽ ഡിനോമിനേറ്റർ സ്ക്വയർ അപ്പോൺ ഡിനോമിനേറ്റർ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ദ ന്യൂമറേറ്റർ, ദാറ്റ് ഈസ് 60z minus 23 മൈനസ് numerator into 30z square minus 23z plus 5 into 3 വരും into derivative of the denominator which is 3. ഇനിയും ഇത് സിംപ്ലിഫിക്കേഷൻസ് ഒന്നും നടത്തണ്ട, കാരണം നമുക്ക് ഈ ലിമിറ്റ് കണ്ടുപിടിച്ചാൽ മതി. ഇസഡിന് ഹാഫ് കൊടുക്കാം. അപ്പം ഇവിടെ ഇസഡിന് ഹാഫ് കൊടുക്കുക. ഹാഫ് കൊടുത്ത് സിംപ്ലിഫിക്കേഷൻസ് ഒക്കെ നടത്തുമ്പോൾ നമുക്ക് ഇതിൻ്റെ ആൻസർ 1/2 എന്ന് കിട്ടും. 1/2. അപ്പോൾ നമ്മുടെ ആൻസർ ഇതാണ്. ഇൻ്റഗ്രൽ ഓവർ സി എഫ് ഇസഡ് ഡി ഇസഡ്. അപ്പോൾ ഇവിടെ 2 കിട്ടി, ഇവിടെ ഹാഫ് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഇൻ്റഗ്രൽ ഓവർ സി എഫ് ഇസഡ് ഡി ഇസഡ് എന്ന് പറയുന്നത് 2πi ഇൻറ്റു 2 + 1/2, ദാറ്റ് ഈസ് 3/2. ദാറ്റ് ഈസ് 2πi into, sorry, this is not 3/2, 2 plus half. 2 plus half is 5/2. നമുക്ക് ആൻസർ 2ഉം ഹാഫും കിട്ടി. അപ്പോൾ ഇൻ്റഗ്രൽ ഓവർ സി എഫ് ഇസഡ് ഡി ഇസഡ് എന്ന് പറയുന്നത് 2πi 2 plus half, it is 5/2. 2 ക്യാൻസൽ ചെയ്യും, 5πi. നമ്മുടെ എഫ് ഇസഡിനെ റീപ്ലേസ് ചെയ്യുന്നു. എഫ് ഇസഡ് എന്ന് പറയുന്നത് ഇതാണ്. അപ്പോൾ എഫ് ഇസഡിനെ റീപ്ലേസ് ചെയ്യുമ്പം സോ ദിസ് ഇൻ്റഗ്രൽ ഈസ് ഈക്വൽ ടു 5πi എന്ന് കിട്ടും. നമുക്കിനി അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ എഗെയിൻ റിയൽ ഡെഫിനിറ്റ് ഇൻ്റഗ്രൽ ഇവാലുവേഷൻ ആണ്. നമ്മുടെ ക്വസ്റ്റ്യൻ യൂസിങ് കോണ്ടൂർ ഇൻ്റഗ്രേഷൻ ഇവാലുവേറ്റ്. അപ്പോൾ ഇത് കോണ്ടൂർ ഇൻ്റഗ്രൽ യൂസ് ചെയ്ത് ഇവാലുവേറ്റ് ചെയ്യാനുള്ള ടെക്നിക്. നമ്മുടെ ഈ ക്വസ്റ്റ്യൻ ഇൻ്റഗ്രൽ -∞ ടു ഇൻഫിനിറ്റി f(x) dx മോഡലാണ്. അപ്പോൾ ഇതിനെ ആദ്യം നമ്മൾ ഇൻ്റഗ്രൽ ഓവർ സി എഫ് ഇസഡ് ഡി ഇസഡ് ആക്കുക. അപ്പോൾ ഇതാണ് നമ്മുടെ കോണ്ടൂർ ഇൻ്റഗ്രൽ. കോണ്ടൂർ ഇൻ്റഗ്രലിലോട്ട് കൺവേർട്ട് ചെയ്യുക. കൺവേർട്ട് ചെയ്തിട്ട് ഇവിടെ റെസിഡ്യൂ തിയറം അപ്ലൈ ചെയ്ത് ആൻസർ ചെയ്യാം. അപ്പം ഇതിനെ നമുക്ക് ഇൻ്റഗ്രൽ -∞ ടു ഇൻഫിനിറ്റി f(x) dx ഇതിനെ കോണ്ടൂർ ഇൻ്റഗ്രലിലോട്ട് കൺവേർട്ട് ചെയ്യാൻ നമ്മളൊരു ക്ലോസ്ഡ് കർവ് ചൂസ് ചെയ്യണം. അപ്പം നമ്മുടെ ഇവിടുത്തെ ക്ലോസ്ഡ് കർവ് എന്ന് പറയുന്നത് സെമി സർക്കിൾ on the upper half of the z plane and a real axis from -r to r. നമ്മുടെ ക്ലോസ്ഡ് കർവ് ഇതാണ്. ഈ സെമി സർക്കിൾ then it closed with the real axis from -r to r. അപ്പോൾ നമ്മുടെ ക്ലോസ്ഡ് കർവ് ഇതാണ് ഇൻ്റഗ്രൽ ഓവർ സി ആയിട്ട് വരുന്നത്. അപ്പോൾ ഇവിടെ ഈ ക്ലോസ്ഡ് കർവിൽ അപ്പോൾ ഇവിടെ ഇൻ്റഗ്രൽ -r to r f(x) dx എന്ന് പറയുന്നത് ഇൻ്റഗ്രൽ -∞ ടു ഇൻഫിനിറ്റി f(x) dx ഇൻ്റഗ്രൽ ഓവർ സി എഫ് ഇസഡ് ഡി ഇസഡ് ആകും ബൈ കൺസിഡറിങ് r ടെൻസ് ടു ഇൻഫിനിറ്റി. അപ്പോൾ ഇതിൽ r ഇൻഫിനിറ്റി ആകുമ്പോഴത്തേക്കും നമ്മുടെ ഈ ക്ലോസ്ഡ് കർവിലുള്ള ഇൻ്റഗ്രൽ ഓവർ സി എഫ് ഇസഡ് ഡി ഇസഡ് ആകും. അപ്പോൾ ഈ r ഇൻഫിനിറ്റിയിലോട്ട് ആകുമ്പോഴത്തേക്ക് ദിസ് ഈസ് എ വെരി വെരി ലാർജ് സെമി സർക്കിൾ ഇൻ ദി അപ്പർ ഹാഫ് ഓഫ് ദി ഇസഡ് പ്ലെയിൻ. സോ ഇൻ ദ ഇവാലുവേഷൻ ഓഫ് സച്ച് ഇൻ്റഗ്രൽസ് ദ ക്ലോസ്ഡ് കർവ് സി ഈസ് എ വെരി വെരി ലാർജ് സെമി സർക്കിൾ ഓൺ ദി അപ്പർ ഹാഫ് ഓഫ് ദി ഇസഡ് പ്ലെയിൻ. ഇനി ഇതിൻ്റെ ഇവാലുവേഷൻ നമുക്കിവിടെ ഇവാലുവേറ്റ് ചെയ്യേണ്ടത് ഇൻ്റഗ്രൽ -∞ ടു ഇൻഫിനിറ്റി 1/1 + x² the whole cube dx. ഇതാണ് ഇവാലുവേറ്റ് ചെയ്യേണ്ടത്. യു കൺസിഡർ എ ക്ലോസ്ഡ് കർവ് സി ആസ് എ വെരി വെരി
large semicircle in the upper half of the Z plane. Then we can see this integral becomes integral over C Fz dz. Here you take Fx as 1 by 1 plus x square the whole cube. Then Fz is 1 by 1 plus z square the whole cube. See, this is our Fz. See, by residue integration result, integral over C Fz dz is, by residue theorem, its answer is 2 pi I into sum of residues of f within C. So for writing R1 plus R2 plus etc., you confirm how many singularities are within C. For that, you consider Fz. Its singular points are given by solving 1 plus z square the whole cube equal to 0, which implies z square equal to minus 1, which implies z equal to plus or minus I. See, here the singular points are I minus I, and its order is 3. So these are the singularities of Fz. Its order is 3. See, C is, the closed curve C is a very, very large semicircle on the upper half of the Z plane. So the only singularity of F which lies within C is I. So there is only one singular point. So by residue theorem, the integral over C Fz dz is 2 pi I into R1, only R1. Where R1 is a residue of F at Z equal to I. Next you find residue of F at I and put this R1 in equation number 1, we will get the answer of the integral. So next evaluation of residue of F at I. Here R1 is a residue of F at I. See, our Fz is 1 by 1 plus z square the whole cube. So, see, I is a pole of order 3, so its residue is 1 by 2 factorial. Limit z tends to I. Second derivative of z minus I the whole cube Fz. This equal to 1 by 2, limit z tends to I. Second derivative of z minus I the whole cube. You give the factorization of Fz. This is z plus I into z minus I the whole cube. One z minus I will cancel each other. So this is half. Limit z tends to I, second derivative of 1 by z plus I the whole cube, that is half. Limit z tends to I, second derivative of z plus I the whole raised to minus 3, that is half. Limit z tends to I, its second derivative. First derivative is minus 3 into z plus I raised to minus 4. Next derivative is minus 3 into minus 4 into z plus I the whole raised to minus 5. That is 12 by z plus I the whole raised to 5. So the second derivative is 12 by z plus I the whole raised to 5. That is half 12 by 2I the whole raised to 5. That is half 12 by 2 raised to 5 I raised to 5. See, this is a residue and you can remove a 2, that is 6 by 2 raised to 5 into I cube. I raised to 5. I raised to 5 is I raised to 4 into 1. I raised to 4 is 1, so it is I. So this is R1. We have integral minus infinity to infinity 1 by 1 plus x square the whole cube dx is 2 pi I into R. You put the value of R1 in this equation and this is 2 pi I into, our R1 is 6 by 2 raised to 5 I cancelled. So 12 pi by 2 raised to
5. That is 3 pi by 2 cube. That is the answer. അപ്പം നമ്മൾ മോഡ്യൂൾ 5 ആൻസർ ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ നമ്മൾ ഈ December 2022 MAT201 പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് ആൻഡ് കോംപ്ലക്സ് അനാലിസിസിൻ്റെ 5 മോഡ്യൂൾസും ആൻസർ ചെയ്ത് കഴിഞ്ഞു. താങ്ക് യു ആൾ.